ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ബുധനാഴ്ചകൾ നമ്മൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായിട്ട് മൈൻഡ്ഫുൾ കോഗ്നിഷൻ, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗങ്ങൾ തന്നെയാണ്. മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളുടെ അവസ്ഥയും. ഈ രണ്ടിനെയും കുറിച്ച് ഇളങ്കോ സാർ എന്റെ രണ്ടാമത്തെ സെഷനാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഇളങ്കോ സാറിനെ. ഇളങ്കോ സാർ, വെൽക്കം. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് എവറിബഡി. ഞാൻ അഫ്കോഴ്സ് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടെന്ന് സാർ പറയാറുണ്ട്. മൈൻഡ്ഫുൾനെസ് പല സമയങ്ങളിൽ ഞാൻ ഒരു വലിയ ചോദ്യം ചോദിക്കാറുണ്ട് എന്നെക്കുറിച്ച് തന്നെ. മൈൻഡ്ഫുൾനെസ് എടുക്കാൻ നീ എത്ര പ്രാപ്തനായിട്ടുണ്ട്? ഐ ട്രൈ ടു ടെൽ മൈ മൈൻഡ് ദാറ്റ് യു ആർ പ്രാക്ടീസിങ് ബിയോണ്ട് 14+ years. You are really worth to tell about your experience. But അടുത്ത മിനിറ്റ് വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എന്ന് എൻ്റെ മൈൻഡ് ചോദിച്ചത് മീൻസ് ഞാൻ എൻ്റെ ഒരു ഇൻട്രോ മീൻസ് ഇന്റേണൽ കോൺവെർസേഷൻ ആണ് കഴിഞ്ഞ ഒരു 4-5 days ബാക്ക് സംഭവിച്ചതിനെ കുറിച്ചാണ് ഐ വാസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ യു ആൾ. അപ്പം അതിനകത്ത് എൻ്റെ ഇൻട്രോസ്പെക്റ്റീവില് and the conscious mind was saying that what is mindfulness? I said mindfulness is a practice which goes with awareness and attend that awareness with compassion, without prejudgment and moment to moment experience, not to derive anything extra from that. Because even if I conclude something, that will be a prejudgment for next practice. എന്നൊക്കെ ഞാൻ തിരിച്ച് ആൻസർ കൊടുത്തപ്പം എൻ്റെ അടുത്ത മൈൻഡ് ചോദിക്കായിരുന്നു, ഇഫ് യു സേ സോ ടിൽ നൗ യു ഹാവ് നോട്ട് ഗെയിൻഡ് എനിത്തിങ്, ഹൗ ആർ യു ഗോയിങ് ടു ടെൽ? ബിക്കോസ് എവറി ടൈം യു പ്രാക്ടീസ് ഇറ്റ് യു മേക്ക് ഇറ്റ് റീസെറ്റിംഗ്. ഞാൻ ഓരോരോ പ്രാക്ടീസും കഴിയുമ്പോൾ ഐ യൂസ് ടു റീസെറ്റ് മൈ മൈൻഡ് ദാറ്റ് ഐ ഷുഡ് ഗോ ടു ദ ബിഗിനേഴ്സ് മൈൻഡ്. ഇൻ കേസ് ഇഫ് ഐ ഹാവ് എനി കൺഫ്യൂഷൻ ഐ വിൽ സേ ലെറ്റ് ഗോ. അത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ 7 വാക്കുകളാണ് ഞാൻ എന്നും പറയുന്ന ഒരു 7 വാക്കുകളുടെ. ബട്ട് ഈ ജോൺ കബട്ട്സൺ എന്ന് പറയുന്ന വ്യക്തി ഈ 7 വാക്കുകൾ കോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് വേർഡ് ഹി ഹാസ് കോയിൻഡ് അവയർനെസ്. അപ്പം വാട്ട് ഈസ് അവയർനെസ് എന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അവയർ, AWARE, അത് എന്താണെന്ന് ഇംഗ്ലീഷിൽ ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് അവെയർ? ഫസ്റ്റ് വേർഡ് ഞാൻ വായിച്ചപ്പോൾ ഐ ഗോട്ട് അസ്റ്റോണിഷ്. ഡിക്ഷണറിയിലെ മറ്റേ ഇതില് നോർമൽ ഗൂഗിളിൽ ഡിക്ഷണറിയിലാണ് ഞാൻ വായിച്ചത് വാട്ട് ഈസ് അവെയർ എന്ന്. ഒബ്സർവ്. ഓക്കെ, റൈറ്റ്, ഒബ്സർവ്. വേറെന്തെങ്കിലും? The first word what I read was aware, an adjective. When it is added NESS, it turns to be noun. നമ്മൾ aware എന്ന് പറയുന്നത്, സാറ് പറഞ്ഞത് aware എന്ന് പറയുന്നത് ഒരു verb-ആണ്, VRB, verb. But the dictionary says that aware is an adjective. That adjective is being converted to noun when you add NESS. എന്തൊരു ഫണ്ടാസ്റ്റിക് വേർഡാന്ന് ഞാൻ. അപ്പോൾ adjective is a form which adds something extra to your verb. അപ്പോൾ every time you are attending, no doubt at all, but you have to attend with awareness. Means that is what aware means. Adjective is what I could understand or I could perceive is. അപ്പം ഒരാള് അവെയർ ആയി അറ്റൻഡ് ചെയ്യുന്നത്, സാർ എല്ലാവർക്കും ചെക്ക് ചെയ്യാം, ഡിക്ഷണറി ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ഇന്റർനെറ്റിൽ ചെന്നിട്ട് ഗൂഗിൾ ആൻഡ് എടുത്ത് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു തരും. അവെയർ ഇസ് എൻ അഡ്ജക്റ്റീവ് അൺലെസ് യു ആഡ് NESS ടു ബിക്കം നൗൺ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ആഡിങ് NESS, when it becomes awareness, it is a noun. ഇതാണ് ഞാൻ കുറച്ചു കാലമായിട്ട് പറഞ്ഞ അവെയർ എന്ന് ഒരു സെഷൻ നമുക്ക് എടുക്കണമെങ്കിൽ ഒരു ദിവസം എടുക്കാം.
സോ കൊഗ്നിഷൻ എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തതിൻ്റെ സെക്കൻഡ് ഭാഗമാണ് സാർ ഇന്ന് എടുക്കാൻ പറഞ്ഞത്. ബട്ട് ആ കൊഗ്നിഷനിൽ ഒരു ലൈൻ ഞാൻ കണ്ടത്, പേയിങ് അറ്റൻഷൻ ടു സംതിങ് ഇൻ ദ എൻവയോൺമെന്റ്, ലേണിംഗ് സംതിങ് ന്യൂ, മേക്കിംഗ് ഡിസിഷൻസ്, processing language, sensing and perceiving environmental stimuli. അപ്പോൾ environmental stimuli whether it is existing എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ maybe may not be. It is a perceived stimuli ആണ്. Perceived stimuli എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും നമ്മളെ മാറ്റാൻ പറ്റും. ഈ പെർസീവ്ഡ് സ്റ്റിമുലിയുടെ ഒരു കാര്യം പറഞ്ഞുതരാം. എപ്പോഴും ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ 2 മണിക്കൂർ കഴിഞ്ഞപ്പം അല്ലെങ്കിൽ അവൻ്റെ കറക്റ്റ് പീരിയഡ് ആകുമ്പോൾ പുള്ളിക്ക് പോയി 2 പഫ് അടിച്ചില്ലെങ്കിൽ ഹി വിൽ ഗോ മാഡ്. പ്രാക്ടിക്കലി ഈസ് ഹിസ് ബ്ലഡ് സർക്കുലേഷൻ ഗോയിങ് ടു ചേഞ്ച് ഇൻ കേസ് ഇഫ് ഈസ് നോട്ട് ടേക്കിംഗ് ദാറ്റ് 2 പഫ്സ്? എന്നൊരു വലിയ ചോദ്യം മെഡിക്കലി ചോദിച്ചാൽ, അല്ലെങ്കിൽ സയന്റിഫിക്കലി ചോദിച്ചാൽ, I don't think that is going to make any change unless your brain is taking a change. But that's what perceived change or perceived stimuli എന്ന് പറയുന്നത്. Perceived stimuli എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ പല ആൾക്കാരുണ്ട്, രാവിലെ ഒരു ചായ കുടിച്ചാലേ എനിക്ക് ടോയ്ലറ്റ് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോയിരിക്കുമ്പോൾ എനിക്കൊരു പഫ് അടിച്ചാലേ ഞാൻ ഫ്രീ ആയിട്ട് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. ഇതെല്ലാം ഒരു പെർസിവറൻസ് ആണ്, അതല്ല ഒരു പെർസീവ്ഡ് സ്റ്റിമുലി ആണെന്നാണ്. അതാണ് ഞാൻ വെൻ ഐ വാസ് റീഡിങ് അബൌട്ട് എൻ എക്സാമ്പിൾ ഓഫ്, ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്നു, ഇത്രയും ഡീപ്പറായിട്ട് അതിലോട്ട് പോയില്ലായിരുന്നു. വാട്ട് ഈസ് കോഗ്നിറ്റീവ് എക്സാമ്പിൾ? കോഗ്നിറ്റീവ് ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഇൻ സൈക്കോളജി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോഗ്നിഷൻ ഇൻക്ലൂഡ്സ് പേയിങ് അറ്റൻഷൻ ടു സംതിങ് ഇൻ ദ എൻവയോൺമെന്റ്, ലേണിംഗ് സംതിങ് ന്യൂ, മേക്കിംഗ് ഡിസിഷൻസ്, processing language, sensing and perceiving environmental stimuli. ഈ പെർസീവിങ് എൻവിറോൺമെന്റൽ സ്റ്റിമുലി ഞാൻ സെക്കൻഡ് ടൈം വായിച്ചപ്പോഴാണ് എനിക്ക് അതിനകത്ത് കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നി. ഫസ്റ്റ് ടൈം വെൻ ഐ വാസ് റീഡിങ് ഇറ്റ് ഐ വാസ് തിങ്കിങ് ഓക്കെ, സ്റ്റിമുലി, എ പെർസീവ്ഡ് സ്റ്റിമുലി എന്ന് പറഞ്ഞു. ആ പെർസീവ്ഡ് എൻവിറോൺമെന്റൽ സ്റ്റിമുലി കൊണ്ട് നമുക്ക് വി വിൽ സോൾവ് ദ പ്രോബ്ലംസ്, ആൻഡ് that problem resolution or solving will be easy in case if you have right cognition. അപ്പോൾ cognition എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലസ്റ്റ് മീനിങ് cognition പറയുന്നത് തിങ്കിങ്, അറ്റൻഡിങ്, ലേണിംഗ് ആൻഡ് കീപ്പിംഗ് ഇൻ മെമ്മറി ആൻഡ് പെർസീവിങ്. അപ്പോൾ ഈ പെർസീവിങ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ cognition. അപ്പോൾ CBT എടുക്കുന്ന ആൾക്കാരെല്ലാം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എടുക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് they are able to achieve faster, or else why do they take the methodology of CBT? ഇത് ഞാൻ കുറേ കാലമായിട്ട് റിസർച്ചിലാണ്. why that CBT supports. അതുകൊണ്ടാണ് ഞാൻ ഈ കൊഗ്നിഷൻ്റെ കുറേ ഏരിയകൾ ഞാൻ വായിക്കാൻ തുടങ്ങിയതും അതിനെക്കുറിച്ച് കുറേ പറഞ്ഞതും. അപ്പം ഇവിടെ ഒരു പെർസെപ്ഷൻ എന്നൊരു സാധനമുണ്ട്. ഈ പെർസെപ്ഷൻ, എനിബഡി ക്യാൻ പെർസീവ് എനിത്തിങ് ഇൻ എനി ഫാഷൻ. അതാണ് നമ്മൾ പണ്ട് സിനിമയിലേക്ക് വന്നിരുന്നെന്ന് തോന്നുന്നു. ഒരു മോഹൻലാൽ ഒരു കണ്ണട ഇട്ട് കഴിഞ്ഞാൽ അവിടെ വസ്ത്രങ്ങളെല്ലാം വസ്ത്രമില്ലാതെ കാണിക്കും, അയാളുടെ ബോഡി മാത്രം കാണിക്കുമെന്ന്. അതെല്ലാം ഒരു പെർസീവിങ് അല്ലേ? അപ്പം വാട്ട് യു പെർസീവ്, ഒരു 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 ഹ്യൂമനെ കാണുമ്പോൾ ഈസ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ പ്രിറ്റി, അല്ലെങ്കിൽ വെൽ, ടൈഡി എന്നൊക്കെ ഓരോരോ വാക്കുകൾ നമ്മൾ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്, ഹൗ ആർ വി യൂസിങ് ഇറ്റ്? വി പെർസീവ് ഇൻ എ ഡിഫറെൻറ്റ് വേ, വി പെർസീവ് ദാറ്റ് ടൈപ്പ്. അപ്പം ചിലർ ബുദ്ധിമാൻ എന്ന് പറയും, ചിലർ പറയും അല്ലല്ല നല്ല ഭംഗിയുള്ളവർത്തനാണ്, കാണാൻ ഭംഗിയുണ്ട്, അപ്പം ദുൽഖർ സൽമാനെ പോലത്തെ ആണ്, അല്ലെങ്കിൽ ഇവരെ പോലത്തെ ആണെന്ന് പറയുന്നതെല്ലാം ഒരു പെർസീവിങ് അല്ലേ? അപ്പോൾ ആ പെർസീവിങ് എവിടെ നിന്നാണ് വരുന്നത്? യു ആർ തിങ്കിങ്, യു ആർ അറ്റൻഡിങ്, യു ആർ ലേണിംഗ് ഓൺ സംതിങ്, യു ലേൺ ടു സംതിങ്, യു കെപ്റ്റ് യുവർ റെക്കോർഡ്. അതിനകത്താണ് നെക്സ്റ്റ് വേർഡ് റെക്കോർഡ് കീപ്പിങ്ങിന് മെമ്മറി എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന്
I normally don't move further and further, but I normally move back and back. അപ്പം ഈ അറ്റൻഡിങ്ങിന് മുമ്പ് അവയർനെസ് ആവശ്യമില്ലേ എന്ന് ഒരു ചോദ്യം വന്നു. അപ്പം യെസ്, യു ഹാവ് ടു ബി അവെയർ. ദെൻ വാട്ട് ഈസ് അവെയർ എന്ന് ചോദിച്ചപ്പോഴാണ് ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്, സിംപ്ലസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു. അപ്പം വാട്ട് യു ബി അവെയർ എന്ന് പറഞ്ഞാൽ you try to be in the present tense, or you try to be present in the present moment. That is aware. എൻ്റെ ഈ വാക്കുകൾ ചിലപ്പം പലർക്കും കോൺട്രഡറി ആയിട്ട് തോന്നാം. അവെയർ, അറ്റൻഡ്, ബി ഇൻ ദ മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്, വിത്ത് കമ്പാഷൻ, ആൻഡ് you go with beginner's mind, let go. ഈ വാക്കുകളാണ് ഞാൻ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ വാക്കുകൾ മാത്രം നമുക്ക് മനസ്സിലായാൽ we are 100% achieving mindfulness. Mindfulness is nothing but it has only 7 words, but each word is of a word എന്ന് പറയണം. Each word, WORD എന്ന് പറയുന്നത് WORLD ആയിട്ട് മാറും. Each word is a word. അതാണ് ഞാൻ പറഞ്ഞത്. അവെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാം, വി ആർ കോഷ്യസ്, വി ആർ നോയിങ് സംതിങ്, വി ആർ ദിസ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ബോധമുണ്ട്. അവബോധവും പുറബോധവും എന്ത് ബോധവും ബോധമുണ്ടെന്ന് മാത്രം നമ്മൾ സിംപ്ലറായിട്ട് എടുക്കും. ബട്ട് അവെയർ എന്ന് പറയുന്നത്, ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലായത്. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് റീഡിങ് വിത്ത് ബിഗിനേഴ്സ് മൈൻഡ്. എനിക്ക് അവെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്നല്ലോ. പോയിട്ടാൽ ഐ ഷുഡ് സെർച്ച് ദാറ്റ് പർട്ടിക്കുലർ വേർഡ് എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ഹവ് മിസ്ഡ് ദിസ് അഡ്ജക്റ്റീവ് ആൻഡ് NESS ദാറ്റ് ടേൺസ് ടു ബി നൗൺ എന്ന് പറഞ്ഞു കുറച്ചുകൂടെ വ്യത്യാസമായ ഒരർത്ഥം കിട്ടി. അതേപോലെ ഈ പെർസീവിങ് എൻവയോൺമെന്റൽ സ്റ്റിമുലി. അപ്പൊ സ്റ്റിമുലി, there is a stimuli, there is a response always in your body. Which type of stimuli you give, ആ രീതിയിലായിരിക്കും നമ്മുടെ റെസ്പോൺസ് കിട്ടുന്നത്. എവറി ആക്ഷൻ ആസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൺസ് തേർഡ് ലാ എന്നോ പറഞ്ഞു തന്ന ഒരു ന്യൂട്ടൺസ് തേർഡ് ലാ ഇന്നും ആക്ച്വലി എഫക്റ്റീവ് എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആഫ്റ്റർ സം ടൈം എവറി സയൻസിൽ നത്തിങ് ഷുഡ് ബി സ്റ്റഡി, നത്തിങ് ഷുഡ് ബി സ്റ്റാൻഡേർഡ്. എവറി ടൈം ഇറ്റ് ഷുഡ് ചേഞ്ച്. ദ മോർ ഇറ്റ് ചേഞ്ചസ് സയന്റിഫിക്കലി. ഒരു സെക്കൻഡ് സർ, സന്ധ്യ ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. താങ്ക് യു. എവറി ടൈം നമ്മൾ ഓരോന്നിനും സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മെനി ടൈംസ് വി ഫർഗട്ട് ടു ഗോ ഫർദർ. അപ്പം വെൻ ഐ ടേക്ക് അബൌട്ട് അവയർനെസ്, അവയർനെസ് എന്ന് പറയുന്നത് സിമ്പിൾ, യു ആർ കോഷ്യസ്, യു നോ സംതിങ് വിച്ച് യു വാണ്ടഡ് ടു ഷോ ടു ദ വേൾഡ്, ഓർ എൽസ് ദ വേൾഡ് വാണ്ട്സ് ടു ഷോ യു. ഇങ്ങനത്തെ അർത്ഥങ്ങളിലൊക്കെ വരാം. അപ്പം അവെയർ എന്ന് പറഞ്ഞ ഒരു കടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവെയർ നമ്മൾ 1-2 വാചകങ്ങൾ അല്ലെ 1-2 അർത്ഥങ്ങൾ മാത്രം കൊണ്ട് ഈ അവെയർനെസ്സിന് നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ്. വെൻ ഐ സ്റ്റാർട്ടഡ് മൈ മൈൻഡ്ഫുൾനെസ് ലേണിംഗ് ആർ മൈൻഡ്ഫുൾനെസ് ഫർദർ ഡിസിമിനേഷൻ ഓഫ് നോളജ്, ഐ വാസ് ടേക്കിംഗ് അവെയർനെസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അവെയർനെസ്സിനെ കുറിച്ച് അറിയാമെന്നാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിലൊക്കെ. ബട്ട് നൗ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ probably after 6 to 7 years afterwards only I could understand. അവയർനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ച അവയർനെസ് അല്ല 11ാം ക്ലാസ്സിൽ പഠിക്കേണ്ട അവയർനെസ്. ഇപ്പോഴത്തെ അവയർനെസ് ഇങ്ങനെയാണ് എന്ന് കുറച്ചുകൂടെ മനസ്സിലാകുമ്പോൾ വി ഗോ. ആൻഡ് എനിക്ക് വേറൊരു കാര്യം കൂടെ തോന്നി, ഹൗ മെനി ഓഫ് യു ആർ ഗോയിങ് ടു സപ്പോർട്ട് മീ ആർ നോട്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദ മോർ യു ആർ, ഞാൻ ഇന്നലെ യെസ് ബുധനാഴ്ച അല്ല ട്യൂസ്ഡേ ഐ ഹാവ് ഗോൺ ടു DCS മാറ്റ് കോളേജ്. അവിടെ ഒരു ലെക്ചർ കൊടുക്കേണ്ടി വന്നിരുന്നു. അവിടെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് 1-2 കാര്യങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഐ ആസ്ക്ഡ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. You all are sitting in MBA class. After 2 years, you are going to complete your masters. You are going to be masters. And presently, today you are a bachelor. അപ്പൊ ബാച്ചിലറിന്റെ അർത്ഥം എന്താണ്? ബാച്ചിലർ, യു ആർ ഹോൾഡിങ് എ ബാച്ചിലർ ഡിഗ്രി. അപ്പം ബാച്ചിലറിന്റെ അർത്ഥം എന്താണെന്ന് പറയാമോ?
എല്ലാവരും കുറച്ച് മടിച്ചു. ഞാനൊരു ലൈൻ പറഞ്ഞു, ബാച്ചിലർ ജനറലി നമ്മൾ ഒരു ഷോർട്ട് വേർഡിൽ പറഞ്ഞാൽ ബാച്ചിലർ ഈസ് എ ജെന്റിൽമാൻ ഹു ഹാസ് നോട്ട് മാരീഡ്. ഹി ഈസ് യെറ്റ് ടു മാരി. ഹി ഈസ് യെറ്റ് ടു ബി ബാച്ചിലർ. ദാറ്റ് മീൻസ് he has completed certain years of life and he has experienced certain years of life. He is yet to experience further certain years of your life. ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മാസ്റ്റേഴ്സ്? അപ്പൊ മാസ്റ്റേഴ്സ് ഞാൻ ഫർദർ അവർക്ക് പറഞ്ഞു കൊടുത്ത വാക്കാണ്. മാസ്റ്റേഴ്സ് മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് ഹാവിംഗ് തറോ നോളജ് ഓൺ സംതിങ് ഓൺ ദ പർട്ടിക്കുലർ ടോപ്പിക്. You ask any question from anywhere or any area, if somebody is triggering, you are supposed to know and tell outside that you are knowing and you are aware. ഞാൻ ഈ ഒരു നല്ലൊരു ചോദ്യമാണോ സാർ? സാബു സാർ? തീർച്ചയായും സാർ. സാറ് ഫ്യൂച്ചറിൽ സാറല്ല, എനിബഡി ഹു ഗോസ് ടു സ്കൂൾസ് ആൻഡ് കോളേജസ്, സ്കൂൾസ് പോകണ്ട, കോളേജസിൽ പോകണമെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചോദ്യങ്ങളുടെ ആരുടെ കയ്യിലും, ഈവൻ ടീച്ചേഴ്സിന്റെ കയ്യിൽ റൈറ്റ് ഉത്തരം റെഡിലി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡൗട്ട് മൈസെൽഫ്. I go like this, studies. Means I try to read that BCom, Bachelor of Commerce. Why it is written as a bachelor? Why not of a grade commerce, graduation and commerce? Then what is graduation? എന്നൊക്കെ ഒരു ചോദ്യം തിരിച്ചിടുമ്പോൾ ഗ്രാജുവേഷൻ മീൻസ് സംതിങ്, ഒരു ഹൈ ജമ്പിൽ ഒരു വരച്ച് ഒരു വടി വെച്ചിരിക്കുന്ന ആ വടീനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ബിക്കംസ് ഗ്രാഡ് ആർ എൽസ് ഹി ഈസ് നോട്ട് ഗ്രാഡ്. ഇങ്ങനെയാണ് ഞാൻ ഡിഫൈൻ ചെയ്ത വാക്കുകൾ. ഇങ്ങനെ കുറച്ചുകൂടെ ഞാൻ പെർസീവ് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ഈ കൊഗ്നിഷനിൽ എന്താണ് സംഭവം, ഐ എം ഹാവിങ് റൈറ്റ് കൊഗ്നിഷൻ, അല്ലെങ്കിൽ എനിക്ക് ഊളംപാറ പോകേണ്ട കേസാണോ നോക്കിയപ്പം ഇറ്റ് സേസ് റൈറ്റ്ലി കൊഗ്നിഷൻ ഈസ് ദാറ്റ് യു ക്യാൻ പെർസീവ്, യു ക്യാൻ ഹാവ് മെമ്മറി, യു ക്യാൻ ലേൺ ന്യൂ തിങ്സ്, യു ക്യാൻ ട്രൈ ടു റെക്കോർഡ് ഇറ്റ്, യു ക്യാൻ അറ്റൻഡ് ടു ദാറ്റ്. അപ്പം ഐ ഹാവ് ഗുഡ് കൊഗ്നിഷൻ എന്ന് ഞാനായിട്ട് പറഞ്ഞിട്ട് ഗുഡ് ബോയ് യു ഹാവ് കൊഗ്നിഷൻ എന്നൊക്കെ ഞാൻ തിരിച്ചു എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അതാണ് ഞാൻ കുറച്ചു മുമ്പ് വേറൊരു വേഷം കാണിച്ചപ്പം സാർ ചോദിച്ചതിൻ്റെ. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് വൺ. വെൻ യു സ്വിച്ച് ഓവർ ടു നെക്സ്റ്റ് റോൾ, ദാറ്റ് റോൾ യു ഹാവ് ടു അഡോപ്റ്റ് ഇറ്റ് റൈറ്റ്ലി, mindfully if you want to do it, because mindfulness says that you have to be aware, you have to attend without prejudgment. അപ്പൊ ഞാൻ ആ വേഷം ധരിക്കുമ്പോൾ ഐ ഷുഡ് ബി അവെയർ ദാറ്റ് യെസ് ദീസ് ഓൾ ദ taboos I should have it when I have this particular role. I am not supposed to do against that particular sect, SECT, particular sect, and I should really appreciate or I should really enhance that particular sect by having that role. അങ്ങനൊക്കെ വേണമെങ്കിൽ അതാണ്. if a person is not aware rightly, if a person is not attending rightly, they take it in some other form. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ റോള് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ആ റോളിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഇത് ഞാൻ എൻ്റെ ട്രെയിനിങ് സെഷനിൽ പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ബീയിങ് എൻ HR, human resource manager or people manager, I always say that when you have a job description, what is job, what is description? അപ്പം നിന്റെ പണീനെ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പം ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? രാവിലെ ഇരുന്ന് വൈകിട്ട് വരെ നീ എന്ത് പണി ചെയ്യണമെന്ന്. അതിന് യു ഷുഡ് ബി അവെയർ ദാറ്റ് വാട്ട് ഓൾ യു ആർ സപ്പോസ് ടു ഡു. അതിന് ബിയോണ്ട് ദാറ്റ് വാട്ട് ഓൾ യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. ഇത് ഞാൻ പഠിച്ചത് 1988. Venkatraman was President of India. He was having a visit to Chukka Hedal project in Bhutan. So I was a special envoy in that condition. I had been with Indian Embassy Bhutan. I was being detailed to go as a special envoy. I was there. ഞാൻ അതിൻ്റെ തലേദിവസം പോയി. ഞാനും എൻ്റെ കൂടെ ഉള്ള 2 പ്രോട്ടോകോൾ ഓഫീസർ 2 പേരും കൂടെ ചുക്ക ഹൈഡൽ പ്രോജക്റ്റ് വിസിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് അവിടെ ഒരു ഏരിയയിൽ ഒരു ബട്ടൺ തൊടാൻ പാടില്ല. ഞാൻ ആ ബട്ടൻ്റെ കൈ അടുത്ത് വരെ പോയി. ഇറ്റ് വാസ് എ ഗ്രീൻ ബട്ടൺ എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് റെഡ്. കാണുമ്പോൾ ഗ്രീൻ പോലെ ആയിരുന്നു. ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിരുന്നെങ്കിൽ ടോട്ടൽ ഷട്ടർ വരെ ഓണായിരുന്നേനെ. അവിടെ ഒരു വലിയ സൈറൻ വന്നേനെ. 10-20 പേർ കൂടിയിരുന്നേനെ. കുറേ കാര്യങ്ങളൊക്കെ അവർ ഇഫ്
എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് we should be more aware എന്ന് പറയുമ്പോൾ what all we are not supposed to be എന്നാണ് more aware ആകേണ്ടത്. അപ്പം awareness ensures that two things, what is to be, what is not to be. അപ്പൊ not to be rightly മനസ്സിലായാൽ മാത്രമേ your awareness come to a full-fledged one. ഒരു awareness full-fledged ഒന്ന് ആയാൽ മാത്രമേ you can attend the matter. If you attend the matter with right awareness only, you will have right cognition. About cognition, again, I will read it. It's a mental process that takes place in the brain. About mental process, what is mind? We ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മൾ സം ടോട്ടൽ ഓഫ് an action എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ സം ടോട്ടൽ ഓഫ് an action എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ കാല് തൊട്ട് തല തൊട്ട് കൈ വരെ എവിടെ ഉണ്ടെങ്കിലും cognition is simple, the behavioral process in the brain alone. So it takes place in the brain. A brain il endu sambhavikkunnu? About thinking, attending, learning, memorizing and perception. ഈ ഓരോരോ വാക്കിനും നമ്മൾ 1 മണിക്കൂർ മിനിമം ക്ലാസ് എടുക്കാൻ തോന്നുന്നു. തിങ്കിങ്ങിനെ കുറിച്ചോ ഞാനിപ്പം അവയർനെസ്സിന് ഇത്രയും പറഞ്ഞു വരുമ്പോഴായിരിക്കും ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് അയ്യോ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ പറഞ്ഞു പോയാൽ പോരെ, ഇങ്ങേർക്ക് വേറെ സാറ് പറഞ്ഞ പോലെ ഉലകൻ സാർ പറഞ്ഞ പോലെ ഇയാൾക്ക് പോയി താടി ട്രിം ചെയ്യാനോ മുടി വെട്ടാനോ സമയമില്ലെന്ന് പറഞ്ഞവർക്ക് വെറുതെ വാചടിച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ചുകൂടെ ചെയ്തൂടെ. ബട്ട് വെൻ വി ഗോ ഡീപ്പ് ആൻഡ് ഡീപ്പ്, ഞാൻ എന്താ ഈ കോളേജിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതാണ്, we have to make our knowledge or our awareness, our attention on the basic area further and further and further and further. Without your knowledge, you will try to enhance your higher ups. മുകളിലത്തുള്ള പിരമിഡിക്കൽ തിങ്കിങ്ങിൽ ടോപ്പ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മാസ്ലോ തിയറിയിൽ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ 5ാമത്തെ സ്റ്റെപ്പ്, വെൻ യു ഡു ഇറ്റ് ഓൺ ദ ബോട്ടം മോസ്റ്റ് എത്ര ബയോളജിക്കൽ നീഡ്സ്, റൊട്ടി കപ്പട മക്കാൻ, അത് carry on you emphasize in this area. I am not talking about motivational theory, I am talking about our social theory. Social theory or else your മൈൻഡ്ഫുൾനെസ്സിലോട്ടാണ് ഞാൻ അത്ര ഈ പിരമിഡിക്കൽ ഇത് പറഞ്ഞു തന്നത്. എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ദ ബോട്ടം മോസ്റ്റിന് മോർ ഐ ബിക്കം അവെയർ, again I further try to explore that how much is the peripheral of awareness, that awareness carry on enhances. അപ്പം awareness becomes enhanced awareness. When you have more enhanced awareness, you can do anything. ഞാൻ പണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ക്യാൻ എനിബഡി വാക്ക് ഓൺ ദ വാട്ടർ? അതിന്റെ ആൻസർ അന്ന് പറഞ്ഞിരുന്നു, ഇപ്പം ആരെങ്കിലും പറയാൻ പറ്റുമോ? Can a human walk on the water? Yes. അമർ ജ്യോതി മാഡത്തിന് നടക്കാൻ പറ്റുമോ? ഇല്ല സാർ, പക്ഷെ പ്രാക്ടീസിൽ ചെയ്തിട്ട് ആൾക്കാർ നടക്കുന്ന കണ്ടിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പം എന്തുകൊണ്ട് മനുഷ്യന്മാർ ആ പ്രാക്ടീസ് ചെയ്യുന്നില്ല? ഇപ്പൊ സ്വിമ്മിങ്ങിലോട്ട് ആൾക്കാർ പോകുന്നുണ്ട്, സ്വിമ്മിങ് അല്ല വാക്കിങ്ങിന് പോകുന്നുണ്ട്, സൈക്ലിങ്ങിന് പോകുന്നുണ്ട്, ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. ബട്ട് വാക്കിംഗ് ഓൺ ദ വാട്ടറിനെ Madam Amarjyoti madam, 100% you are right that you can walk on the water. Very true. In case if you practice. Sir, what a minute. Arrow or belly chenda no getter. സാറേ ഈ പറഞ്ഞാല് വാട്ടർ എന്താണ് വാക്കിംഗ് ഓൺ വാട്ടർ എന്ന് പറഞ്ഞാല് ഫയർ വാക്ക് ഇതുപോലെ സംഭവം തന്നെയല്ലേ?
വാക്കിംഗ് ഓൺ വാട്ടർ പ്രാക്ടീസ് ആണോ? പക്ഷെ ഫ്ലോട്ടിംഗ് ശരിയാണ്. ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ ഓക്കെ. വാക്കിംഗ് ഓൺ വാട്ടർ എന്ന് പറയുന്നത് എനിക്ക് പ്രാക്ടീസ് ചെയ്താൽ പറ്റുമോ? കാരണം വാട്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഒരു ബോയിൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അതെ. ബ്ലേഡിന്റെ കണക്ക് അത് യേശു ക്രിസ്തുവിനാ പറ്റുള്ളൂ സാറേ. അങ്ങനെ സാറേ. യേശുക്രിസ്തു fire walk- കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഫയർ വാക്ക് വെള്ളത്തിലുള്ള നിയന്ത്രണം എങ്കില് Yes, sir. Sorry. training I'm വേണമല്ലോ. back. അല്ലേ ഒക്കെയല്ലേ? Thank you. ഇത് അതുപോലെ തന്നെ can anybody walk on the water എന്ന് ചോദിച്ചതിന് അമർജ്യോതി മാം ഫണ്ടാസ്റ്റിക് ആൻസർ തന്നു. പോസിബിൾ. യെസ്, 100% I do endorse that it is possible. But possible ആണെങ്കിൽ why are we not trying? That means we are not aware rightly that in the society by practicing we can walk on the water. അത് നമുക്ക് അല്ലെങ്കിൽ അത്ര പ്രാക്ടീസ് എനിക്ക് ആവശ്യമില്ല. അതല്ലേ കറക്റ്റ്? 1 ലക്ഷം ഒരു 5 ലക്ഷം പേരിൽ ഒരാൾ മാത്രമല്ലേ വെള്ളത്തിൽ കൂടെ നടക്കാൻ ശീലിക്കുന്നുണ്ട്. അമർജ്യോതി മാം, am I right? Yes, sir. Yes, നമ്മൾ yes. ആരും നടക്കാൻ ശ്രമിക്കാറില്ല, പ്രാക്ടീസ് ചെയ്യാറില്ല. നമ്മുടെ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് ഈസ് വെരി ക്ലിയർ. Any human can walk on the water. Second hypothesis is saying that by practicing a lot you can walk. Abum, we get awareness this that anybody can walk on the water. Second, practice requires to walk on the water. ഇത് രണ്ടും അപ്പോൾ now I will tell you, even your awareness alone is insufficient. You have to attend. Unless you attend, that awareness is useless. അപ്പോൾ അവയർനെസ്സിനും അറ്റൻഷനും ഉള്ള ഒരു എന്താ ലിങ്കിങ് ഈസ് the more you become aware, equally you have to attend it, by which your cognition will take care rightly. So നമ്മുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു നോളജ് കൂടണമെങ്കിൽ mere awareness is insufficient. But more you get aware, you will try to practice. ഒന്നുമല്ല, ഇത് മാഡം പറഞ്ഞത് ഞാൻ എപ്പോൾ കണ്ടു പറഞ്ഞാൽ ഒരു 82, 83 കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ ഗ്രാമത്തിലാണ്. ഒരു മനുഷ്യൻ ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറയും. രാവിലെ ഒരു 9-10 മണിയാകുമ്പോൾ ഉറങ്ങാൻ പോവാണെന്ന് പറയും. പറഞ്ഞിട്ട് അങ്ങേര് പോയി കുളത്തിൽ നേരെ ഫ്ലാറ്റായിട്ട് കിടന്ന് ഉറങ്ങി ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് പതുക്കെ എഴുന്നേച്ച് വരും. അവിടെയാണ്. അപ്പം ഞങ്ങൾ അന്നൊക്കെ ഞാൻ ചെറിയ പ്രായങ്ങളിലൊക്കെ ഇരുന്നപ്പോൾ എല്ലാവരും ഇത് കാണാനൊക്കെ പോകും. അന്ന് സെൽഫോണോ ഫോട്ടോഗ്രാഫിയോ വലിയതായിട്ടില്ലാത്തതുകൊണ്ട് ഐ കുഡിന്റ് ക്യാച്ച് ദാറ്റ് സ്നാപ്സ്. അപ്പം അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ് ഈസ് പോസിബിൾ ഈസിലി. ആ പോസിബിലിറ്റിയുടെ ഒരു റൂട്ട് ഞാൻ തിയറിറ്റിക്കലി പഠിച്ചത് 36 ചാമ്പർ ഓഫ് ഷോളാൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സിനിമയിൽ വാക്കിംഗ് ഓൺ ദ വാട്ടറിനെ കുറിച്ച് ശരിക്കും ഒരു ലെസൺ ഉണ്ട്. വെള്ളത്തിൻ്റെ മുകളിൽ എങ്ങനെ നടക്കണം. അതെന്ന് പറഞ്ഞാൽ മുരിങ്ങത്തടികൾ മീൻസ് മുരിങ്ങത്തടികൾ ആ ലോഗുകൾ വെള്ളത്തിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കും. പ്ലേസ് ചെയ്ത് വെച്ചിട്ട് എ പേഴ്സൺ വിൽ ബി ആസ്ക്ഡ് ടു വാക്ക് ത്രൂ ദാറ്റ് ലോഗ്സ്. അപ്പം വെള്ളത്തിന് മുകളിൽ മിതന്നുകൊണ്ടിരിക്കുന്ന ഒരു തടിയുടെ മുകളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി താഴോട്ട് പോകും. ബട്ട് ദ മാസ്റ്റർ പറയുന്നത് എന്താ പറഞ്ഞാൽ യു വിൽ ബി ഗിവൺ 1/10 of the second. Before it starts sink, you have to move out of that log. And you have to land on the second log. രണ്ടാമത്തെ ലോഗിൽ നിൽക്കുമ്പോൾ അത് 1/10 of the second അല്ലെങ്കിൽ 1 സെക്കൻഡിൽ മുങ്ങുവാണെങ്കിൽ അതിൻ്റെ പകുതി സമയം എടുത്തുകൊണ്ട് അടുത്ത ലോഗിലോട്ട് നീ മാറണം. അവിടെ കൊടുക്കുന്ന പ്രാക്ടീസ് എന്താന്ന് പറഞ്ഞാൽ ഇഫ് ഹി ഫെയിൽസ് or falls down,
ഒരു 10 തടി കഷ്ണങ്ങൾ കഴിഞ്ഞ് 11ാമത്തിൽ വീഴ്ന്നാൽ പോലും he has to come back to zero, start from the first log. That a person is made to attend it by becoming aware that he has to take very short duration. He should be aware that despite it is a floating log, that log will sink in case weight is being given. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പോലും അതിനെക്കാട്ടിലും കുറഞ്ഞ സമയമാണ് നീ അവിടെ എടുക്കുവാണെങ്കിൽ നീ മുങ്ങില്ല. അത്രയും യു ആർ ബീൻ മേഡ് ടു അവെയർ. പിന്നെ ഫർദർ ഈസ് മേഡ് ടു അവെയർ ഇഫ് യു ക്രോസ് ബിയോണ്ട് ദാറ്റ് പർട്ടിക്കുലർ സെക്കൻഡ്സ് യു വിൽ ബി സിങ്കിങ്. നീ മുങ്ങിപ്പോവും. ഇത്രയും അവയർനെസ് കൊടുത്ത് അതിൻ്റെ കൂടെ അറ്റൻഷൻ ചെയ്താൽ മതി. അവയർനെസ് അറ്റൻഷൻ ഗോ ഹാൻഡ് ഇൻ ഗ്ലൗ അല്ലെങ്കിൽ ഇൻ ടാൻഡം. അങ്ങനെ പോയാൽ മാത്രമേ നമ്മൾ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ 36 ചാമ്പർ ഓഫ് ഷോളനിൽ പറഞ്ഞു തന്നതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഈ അവെയറും അറ്റൻഡും എത്ര പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന 1-2 എക്സാമ്പിൾസ് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അഫ്കോഴ്സ് ഞാനിത് പ്രിപ്പയർഡ് എക്സാമ്പിൾ അല്ല. ചില സമയങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ ചില നല്ല എക്സാമ്പിൾസ് വരും. ഇറ്റ് ഇസ് എ ബെറ്റർ എക്സാമ്പിൾ വാട്ട് ഐ റിസീവ്ഡ് ഇറ്റ്. അപ്പം എൻ്റെ ടോപ്പിക് ഈസ് കൊഗ്നിഷൻ. ചിലത് ഗോൾ സെറ്റിങ്ങിന്റെ പറയുന്നതിൽ ഏറ്റവും മനോഹരമായ ഒരു സിനിമ എന്ന് പറയാം. ഭക്ഷണമല്ലേ അദ്ദേഹത്തിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് കവർ ചെയ്ത് വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും അലവ് ചെയ്യും, ഇദ്ദേഹത്തിന് മാത്രം അലവ് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളി ഈ പറയുന്ന ചാനൽ കൃത്യമായിട്ട് ഈ വാട്ടർ ലോഗ്സ് ഉപയോഗിച്ച് കവർ ചെയ്യും. കറക്റ്റ് സാർ, നല്ല കാര്യമാണ് സാർ. ഒരു സ്റ്റെപ്പ് കൂടെ ഫർദർ എന്താണ് അതിൻ്റെ ഫർദർ കണ്ടീഷൻസ് എന്ന് കൂടെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. സാർ ഈ ഫിലിമിന്റെ ഫുൾ പേര് എനിക്കുണ്ട്. 36 ചേംബർ ഓഫ് ലാസ്റ്റ് വേർഡ് എന്താണ് സാർ? ഷോളൻ. ഷാവോലിൻ. SHOALIN. ഷോളിൻ. Alright. Thank you, sir. Alright. 36 ചാമ്പർ ഓഫ് ഷോളൻ അതൊരു മാർഷൽ ആർട്സ് പിക്ചറാണ് സാർ. അപ്പം മാർഷൽ ആർട്സിൽ എങ്ങനെ 2 സൈഡിലും കണ്ണിൻ്റെ അടുത്ത് തീ പൊരി ഇങ്ങനെ നിർത്തിയിട്ട് he will be asked to look 90 degrees this side and 90 degrees this side. Shift from extreme right to extreme left without changing your facial direction. അതൊക്കെ നല്ല പ്രാക്ടീസസ് ആണ്. വി ക്യാൻ ഡു ഇറ്റ് എനി ടൈം. നമുക്കൊക്കെ അതാണ് അവിടെയാണ് ഈ അവയർനെസ്സും അറ്റൻഷനും എക്സ്ട്രീംലി വരുന്ന അവയർനെസ് അറ്റൻഷൻ. അതിൻ്റെ ഒരു മിതമായ ഒന്നാണ് നമ്മുടെ അക്കുച്ചൊട്ടൻ എന്ന് പറഞ്ഞ ആ സിനിമ. ഏതാണ് സാർ സിനിമ? അത് മോഹൻലാലിന്റെ യോധയില് അതിൻ്റെ ഒരു മിനിസ്ക്യൂൽ അല്ലെങ്കിൽ മിനിയേച്ചർ ഫോം ചെറിയ തോതിൽ തൊട്ടും തൊടാത്ത രീതിയിൽ പോകുന്നതാണ് മാർഷൽ ആർട്സിൻ്റെ. ബട്ട് ഇറ്റ്സ് 36 ചാമ്പർ ഓഫ് ഷോളന് ഒരു ഫണ്ടാസ്റ്റിക് ലെസണാണ്. അത് നമ്മൾ കാണുവാണെങ്കിൽ വി വിൽ റിയലി എൻജോയ് എ ലോട്ട്. സിനിമേനെക്കാട്ടിലും കൂടുതൽ പഠിക്കാനുണ്ട് അതിനകത്ത്. മനുഷ്യൻ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം, എന്തൊക്കെ ഹൗ ടു പ്രാക്ടീസ്. ഇമ്പോസിബിളിനെ IMനെ ഈസിയായിട്ട് എങ്ങനെ ഡെലിറ്റ് ചെയ്യാം, ഇമ്പോസിബിളിനെ സിമ്പിൾ പോസിബിൾ ആക്കാൻ വളരെ ഈസിയറാണെന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ അമർജ്യോതി മാഡം പറഞ്ഞ ആ സെയിം എക്സാമ്പിൾ ബൈ പ്രാക്ടീസ് യു ക്യാൻ എന്ന് പറഞ്ഞ അത്ര മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഫർദർ വേണ്ട. ബൈ പ്രാക്ടീസ് യു ക്യാൻ. എനിത്തിങ് യു പ്രാക്ടീസ് യു ക്യാൻ. എനിത്തിങ്. ഈ എന്താ വേറെ എക്സ് എന്ന് പറയുന്നത് സാർ, അമേരിക്ക കുറേ സ്റ്റോറീസ് ചെയ്യാൻ പറ്റില്ലാത്തതൊക്കെ പലതും ചെയ്യുമല്ലോ. ഈ പിക്ചറാണ് യഥാർത്ഥത്തിൽ അവെയർ ആൻഡ് അറ്റൻഷന് എനിക്ക് തോന്നിയ റൈറ്റ് എക്സാമ്പിൾ. ഈ അറ്റൻഷനിൽ എൻഹാൻസ്ഡ് അറ്റൻഷൻ എന്ന് ഒരു ഏരിയ കൂടെ ഉണ്ട്. മീൻസ് ഇഫ് യു ആർ റൈറ്റ്ലി അവെയർ എന്ന് പറഞ്ഞാൽ തറലി അവെയർ. നമ്മുടെ അവെയർനെസ്സിനകത്ത്
ഒരു 0.1% പോലും മായം ചേരാതിരുന്നാൽ അത്രയും ക്ലിയർ ആയിട്ട് അവെയർ ആകുവാണെങ്കിൽ നമ്മുടെ അവയർനെസ് വിൽ ബിക്കം എൻഹാൻസ്ഡ് അവയർനെസ്. എൻഹാൻസ്ഡ് അവയർനെസ്സിലാണ് ഇതായിപ്പം കുറച്ച് മുമ്പ് കാണിച്ച പോലെ 2 കാൽ കൊണ്ട് ബാക്കിയുള്ളവർ ഓടുമ്പോൾ പുള്ളി ഒറ്റ കാൽ കൊണ്ട് വരെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന കുറേ ഏരിയകൾ എന്താന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമായിട്ട് താങ്കൾ ഓരോരുത്തരും താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് 18/12/2024 19/12/2024 എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ അച്ചീവ് ചെയ്യണം, അന്നത്തെ ഒരു ദിവസം കൊണ്ട് ആ 1 ഡേ ഗോളിൽ എന്ത് ചെയ്യണമെന്ന് ഒന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ, ഇൻ കേസ് ഇഫ് യു ആർ റൈറ്റ്ലി അവെയർ, യുവർ ആക്ഷൻസ് വിൽ മൂവ് ഈസിലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ അറ്റൻഷൻ. അതാണ് ടോട്ടൽ ഈ മൈൻഡ്ഫുൾനെസ് തിയറി നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ബി അവെയർ, അറ്റൻഡ് ടു ദാറ്റ് അവെയർനെസ് വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെൻറ്റ്. വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെൻറ്റിന് അന്ന് ആരോ ഒരു ചോദ്യം ചോദിച്ചു, മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ കാലത്ത് മാത്രം ജീവിച്ചുകൊണ്ടിരുന്നു? വർത്തമാന കാലത്തിൽ സുഖമായിട്ട് ജീവിക്കാം, ബട്ട് യു ആർ റിക്വയർഡ് ടു ടാഗ്. നാളെ എൻ്റെ ജീവിതത്തിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോങ് ജേണിയാണ്. ആ ലോങ് ജേണിക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഒന്നും തെറ്റല്ല. ബട്ട് വി ആർ നോട്ട് സപ്പോസ് ടു ലീവ് ഓൺലി ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് വി ആർ നോട്ട് സപ്പോസ് ടു ലീവ് ഓൺ ദ പാസ്റ്റ് അലോൺ. പാസ്റ്റിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നവൻ അതിനെക്കുറിച്ച് ഉള്ള തെറ്റുകളുടെ വിഷമങ്ങൾ മാത്രമേ എടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ. ഫ്യൂച്ചറിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ഞാൻ നാളെ ഈ വീട് കെട്ടി കഴിഞ്ഞിട്ട് അവിടെ എത്ര ലൈറ്റ് ഇടണം, എത്ര കാർ, ഈ കാർ എങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പോകണം, ഏത് ഫംഗ്ഷൻ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ ഓരോന്ന്. ഒറ്റ മിനിറ്റ് സാർ, മാമ. സോറി. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവയർനെസ്സും അറ്റൻഷനും കൂടെ ചെയ്താൽ യുവർ കോഗ്നിറ്റീവ് ബിഹേവിയർ ആർ കോഗ്നിഷൻ വിൽ ബി പെർഫെക്റ്റ്. ദാറ്റ് മീൻസ്, ഐ വിൽ റീഡ് വൺസ് മോർ. Cognition is a term for the mental process that takes place in the brain alone. അപ്പം ഞാൻ ബ്രെയിൻ എന്ന് പറയുന്നതാണ് ബ്രെയിൻ അലോൺ എന്ന് കൂടെ ആഡ് ചെയ്ത്. അപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മെൻ്റൽ ആക്ഷൻ ആണ് പറയുന്നത്. അപ്പം മെൻ്റൽ എന്ന് പറയുന്നത് ബ്രെയിനിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല മെൻ്റൽ. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ബ്രെയിൻ, including thinking, attending, learning, memorizing, perception. Okay, these processes are not discrete abilities. They are a raft of different interacting skills which together allow us to function as a healthy adult. അപ്പം ഇതിനെ ഒന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല, ഇതെല്ലാം ഒന്നിനെ ഒന്ന് കൈകോർത്ത് പോകുന്ന ഒരു സാധനങ്ങളാണ്. So to ensure that we all move rightly, behave rightly, live rightly, നമുക്ക് ഒരു കാര്യങ്ങൾ മാത്രം കൂടിയാൽ പോരാ, എല്ലാ കാര്യങ്ങളും. അതാണ് ഈ ഇടയ്ക്കൊക്കെ ഈ വീൽ ഓഫ് ലൈഫ് എന്ന് ഒരു ടോപ്പിക്ക് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വായിക്കാൻ തുടങ്ങുന്നുണ്ട്, എല്ലാവരും ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വീൽ ഓഫ് ലൈഫ് ആരെങ്കിലും വായിച്ചിട്ടില്ല, എങ്കിൽ നമുക്ക് ഒരു സെഷൻ അതിനെക്കുറിച്ച് വേറൊരു ദിവസം ചെയ്യാം. അപ്പോൾ വീൽ ഓഫ് ലൈഫ് വാട്ട് ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഹാസ് 9 സ്പോക്ക്. 9 സ്പോക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഹ്യൂമർ, അല്ലെങ്കിൽ ഫൺ, യുവർ കരിയർ, യുവർ ഫിനാൻസ്, യുവർ സോഷ്യൽ സ്റ്റാറ്റസ്, യുവർ റിലീജിയസ് സ്റ്റാറ്റസ്, ഇങ്ങനെ ഒരു 9 സിസ്റ്റമുണ്ട്. ഈ 9 ഈക്വലായിട്ട് എല്ലാത്തിനും 1 to 10 സ്കെയിലിൽ ഞാൻ 6ലാണ്, 6 നമ്പറിലാണ് ഒന്നിൽ നിൽക്കുകയാണെങ്കിൽ ട്രൈ ടു ബി നെക്സ്റ്റ് ആൾസോ ഇൻ 6. ഈ വർക്കാലിക് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം പണ്ട് നല്ല ആൾക്കാരെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ദേ ആർ അൺഫിറ്റ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. ഹീ ഷുഡ് ഹാവ് ഈക്വലി ഗുഡ്നെസ് ഇൻ ഹിസ് ഫാമിലി സിസ്റ്റം, ഇൻ ഹിസ് സോഷ്യൽ സിസ്റ്റം, ഇൻ ഹിസ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഇൻ ഹിസ് കരിയർ സിസ്റ്റം, ഇൻ ഹിസ് ഫൺ ആൻഡ് ഇൻ ഹിസ് ഇൻ്ററാക്ഷൻ. എല്ലാത്തിനും അങ്ങനെ 9 കാര്യങ്ങളുണ്ട്. ഈ 9 കാര്യങ്ങളും നോക്കുവാണെങ്കിൽ, അതല്ല, ഒന്ന് കരിയർ അല്ലാതെ ചിലർ പ്രൊഫഷണൽ ആഡ് ചെയ്യാറുണ്ട് അഡീഷണലായിട്ട്. അപ്പോൾ പ്രൊഫഷണലിലെ എല്ലാ സ്കീമിലും നന്നാകുവാണെങ്കിൽ വി ക്യാൻ മൂവ് ഫർദർ റൈറ്റ്ലി. അതെല്ലാം എപ്പോൾ പോസിബിൾ എന്ന് പറഞ്ഞാൽ, യു ഓൾവേസ്
പണ്ടുള്ള ആൾക്കാർ നോക്കി പഠിക്കാതെ വളരെ സിമ്പിളറായിട്ട് ഉള്ള ജീവിതം തുടങ്ങുക. അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ മില്ലനിയൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളെല്ലാം പണ്ടത്തെ നമ്മുടെ ഒരു സിസ്റ്റം, അമ്മയച്ഛനെ ആദരിക്കുക, അമ്മയച്ഛൻ പറഞ്ഞതുപോലെ പറഞ്ഞവൻ്റെ കഴുത്ത് കാണിച്ച് താലി കെട്ടുക, കൊച്ചിന് ജനിപ്പിക്കുക, വളർത്തുക, അമ്മയച്ഛൻ്റെ അടുത്ത് കൊടുക്കുക, അപ്പൂപ്പൻ അമ്മമ്മ വളർത്തും, അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ കുറേ കാലമായ എൻ്റെ മോനെയോ മോളെയോ ഞാൻ കെട്ടിച്ചു കൊടുക്കണം. ഈ സിസ്റ്റം എല്ലാം ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കാണാൻ തുടങ്ങുകയാണ്. ബിക്കോസ് ദേ ആർ ലിറ്റിൽ മോർ അവെയർ ദാൻ അസ്. They are trying to attend in a different angle what they perceived. ഞാൻ അത്ര മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർ ആരും കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഇപ്പോഴത്തെ പിള്ളേരുടെ ജസ്റ്റ് ഒരു 5 years എൽഡേഴ്സ് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണോ വേണ്ട, ബട്ട് യു വാണ്ട് ടു live with a lady, boy will say yes, a girl will say yes, I want to live with a boy, but without marriage. That is living together എന്ന് പറയുന്ന. ഇപ്പം ലിവിങ് ടുഗദറിലും പിള്ളേർക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. they get more aware about human life. ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് മൈക്രോസോഫ്റ്റ് ആണ് പഠിപ്പിച്ചു തന്നത്. 35 വയസ്സ് വരെ ഒരാൾക്ക് ജീവിക്കുക മീൻസ് കല്യാണം കഴിക്കാതിരിക്കണം, അല്ല കല്യാണം കഴിച്ചാലും കൊച്ചിന് ജനിപ്പിക്കരുത്, കൊച്ചിന് ജനിപ്പിച്ചാൽ അതിൻ്റെ പുറകെ നടക്കണം, എൻ്റെ പ്രൊഫഷണൽ കരിയർ നഷ്ടപ്പെടും എന്ന് പറയുന്ന മാനും ലേഡിയും അവർ ദേ യൂസ് ടു ഹാവ് എ ബാങ്ക്, ബ്ലഡ് ബാങ്ക് പോലെ സെമൻ ബാങ്കിനകത്ത് കൊണ്ടുവയ്ക്കുക. 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് അതെടുത്ത് ഇൻക്യുബേറ്റ് ചെയ്ത് കൊച്ചിനെ ജനിപ്പിക്കുക. 35 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഫേറ്റസ് മെ നോട്ട് സപ്പോർട്ട്, ദെയർഫോർ ദേ ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ എക്സ്റ്റേണൽ ബാങ്ക് എന്നൊക്കെ ഒരു തിയറി വന്നിരുന്നു. ആ സിസ്റ്റം റൺ ചെയ്യുമായിരുന്നു. അതുപോലും ഇപ്പോഴും ഫെയിൽ ആകുന്ന റീസൺ പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ അവെയർ അബൌട്ട് ദ ലൈഫ്. നമ്മളൊക്കെ നോർമൽ അവയർനെസ്സിലിരുന്നപ്പം അവർ ദേ ഗെറ്റ് ലിറ്റിൽ മോർ അവയർനെസ്. ഇങ്ങനെയാണ് ഞാൻ ഈ അവയർനെസ് കൊണ്ടെടുക്കുന്ന ഒരു ആൻസർ. മേ ബി റൈറ്റ്, മേ നോട്ട് ബി റൈറ്റ്. Sometimes I may be wrong. You all can correct me. No doubt at all. In case if I am convinced, I will 100% accept you all. Okay. അപ്പം എൻ്റെ കൊഗ്നിറ്റീവ് തിയറിയും എൻ്റെ അവയർനെസ് തിയറിയും എത്ര വേണമെങ്കിലും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കാൻ പറ്റും. We shall now put a comma for awareness and cognition this week. We shall move with മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ഇതാണ്. അതിന് ശേഷം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിന് ശേഷം ചോദ്യം ചോദിക്കാം. ആർക്കെങ്കിലും ഇപ്പോഴേ ഞാൻ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സാറെന്ന് പറയുവാണെങ്കിൽ ദേ ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ. സാബ് സാർ, താങ്ക്സ് എ ലോട്ട്. താങ്കിങ് എവറിബഡി. വി ഷാൽ മൂവ് ടു എ പ്രാക്ടീസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിഫോർ ഓക്കെ. ഞാൻ നോർമലായിട്ട് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു ജനറിക് അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ സിസ്റ്റം ഈസ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. എന്ന് പറഞ്ഞാൽ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ഈ ഗ്രൗണ്ടിങ് തിയറിനെക്കാട്ടിലും കുറച്ചുകൂടെ എലോങ്കേറ്റഡ് ആണ്, ലെങ്തിയർ ആണ്. പക്ഷേ അതിനകത്ത് ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, നമ്മുടെ ഇൻ്റലിജൻസിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ കോൺക്രീറ്റ് ഇൻ്റലിജൻസ്, കൊളൈഡൽ ഇൻ്റലിജൻസ് എന്ന് രണ്ടെണ്ണം ഉണ്ട്. അപ്പം കോൺക്രീറ്റ് ഇൻ്റലിജൻസ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഫർദർ ആഫ്റ്റർ സം ടൈം വിത്തൗട്ട് യുവർ നോളജ് അതിൻ്റെ ഈ ന്യൂറൽ പാത്ത് വേ വിൽ ബിക്കം സെറ്റ്. അപ്പം ന്യൂറൽ പാത്ത് വേ, പുതിയ ന്യൂറൽ പാത്ത് വേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നോർമൽ ആയിക്കോളും. ഒരു മനുഷ്യൻ എപ്പോഴും ഒരാൾ എന്നും നമ്മളെല്ലാം നോർമലായിട്ട് ഫ്രണ്ടിലോട്ട് നടക്കുന്നു. ഒരു മനുഷ്യൻ ഇൻ കേസ് ഇഫ് ഹി വാക്സ് എവറി ഡേ ടുവേഴ്സ് ബാക്ക്വേർഡ്, 1 വർഷം അങ്ങനെ നടന്നിടുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ അങ്ങേരുടെ ആക്ച്വൽ ഹാബിറ്റ് ബാക്കിലോട്ട് നടക്കുന്ന പോലെ മാറും. അതാണ് കുറച്ചു മുമ്പ് നമ്മൾ ഈ അമർജ്യോതി മാഡം എന്നെ എൻഡോസ് ചെയ്തത് ഞാൻ പറഞ്ഞതും. ഈ വെള്ളത്തിൽ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറേ കാലം ആദ്യം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങേരെ എത്ര കടലിൽ എത്ര നീളമാണെങ്കിലും പുള്ളി നടന്നുകൊണ്ടേ പോകാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ new neural pathway has set, it can move on further. അപ്പം അങ്ങനെ അല്ലാതെ നമ്മൾ എവറി ടൈം യു ഹാവ് ടു ട്രൈ ടു റീസെറ്റ് എ ന്യൂ ന്യൂറൽ പാത്വേ.
ആ ന്യൂ ന്യൂറൽ പാത്വേ ആണ് കുറച്ച് മുമ്പ് ഞാൻ ഇതിനകത്ത് റെക്കോർഡിംഗ് വരുന്നതിന് മുമ്പ് ഞാനൊരു പുതിയ റോൾ കാണിച്ചു തന്നത്. പുതിയ റോളിൽ ഐ വാസ് ട്രൈങ് ടു സെറ്റ് എ ന്യൂ ന്യൂറൽ പാത്വേ ഇൻ മൈ ബോഡി. അപ്പം വാട്ട് ആർ ദ ബിഹേവിയറൽ ചേഞ്ചസ് ഐ ഷുഡ് ഹാവ് ഇറ്റ് വെൻ ഐ അഡോപ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ അറ്റയർ എന്നൊക്കെ അതെല്ലാം ഞാൻ ഓപ്പണായിട്ട് പറയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടച്ചിങ്ങിൽ പറയുന്നത്. ദാറ്റ് ടൈപ്പ് ഇൻ കേസ് ഇഫ് യു ഡു ഇറ്റ് വി ക്യാൻ ഫോം ന്യൂ ന്യൂറൽ പാത്വേസ്. ന്യൂ ന്യൂറൽ പാത്വേസ് വിൽ ഓൾവേസ് try to enhance your awareness, enhance your attention, and you will feel meaningful life. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ വാട്ട് യു കോൾ ദാറ്റ് എൻ്റെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ എമോഷൻ, തോട്ട്, ബോഡി സ്കാൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഇതിനെക്കുറിച്ച് കൂടുതലും അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം യു ക്യാൻ സ്വിച്ച് ഓവർ ഫ്രം എ ടു ബി, ബി ടു സി, സി ടു ഡി ഈസിലി. എവിടെ എന്ത് ചെയ്താലും യു ക്യാൻ മൂവ് ഓൺ, യു ക്യാൻ പ്രാക്ടീസ് യുവർ അവയർനെസ് ആൻഡ് അറ്റൻഷൻ റൈറ്റ്ലി. അതാണ് എൻ്റെ ഉദ്ദേശം. ടുഡേ ആൾസോ വി ഷാൽ പ്രാക്ടീസ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. നമുക്ക് ചെയ്യാവോ സർ? ഓക്കെ, താങ്ക് യു. അപ്പം ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് ബേസിക് ആയിട്ട് ഒരു 3-4 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന്, വി ഹാവ് ടു സിറ്റ് എറക്റ്റ്, കീപ്പ് അവർ വെർട്ടിബ്ര സ്ട്രൈറ്റ്, കീപ്പ് അവർ നെക്ക് വെരി സ്ട്രൈറ്റ്, വേറെ താഴോട്ടും മുകളിലോട്ട് വയ്ക്കാതെ കറക്റ്റ് പോസ്ചറിൽ വയ്ക്കുക. കാൽ പാദങ്ങൾ രണ്ടും ഗ്രൗണ്ടിൽ ഫേമായിട്ട് ടച്ച് ചെയ്യുന്നത് പോലെ വയ്ക്കുക. ചപ്പലോ ഏതോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഗ്രൗണ്ടിൽ ഒരു എർത്തിങ് കിട്ടുന്നത് പോലെ ഇരിക്കുക. അപ്പോൾ യു വിൽ ഹാവ് മോർ ഫേംനെസ്. ദെൻ കൈ രണ്ടും തുറന്ന് മുകളിലോട്ട് നോക്കി ഈ സെയിം കൈയിന് തുടയുടെ മുകളിലോ അല്ലെങ്കിൽ കസേരയിലെ ആംറസ്റ്റിന് മുകളിലോ വയ്ക്കുക. തുടയുടെ മുകളിൽ വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. ആംറസ്റ്റിന് മുകളിൽ അറ്റ്ലീസ്റ്റ് വയ്ക്കുക തുറന്ന രീതിയിൽ. ദെൻ ലുക്ക് അറ്റ് യുവർ ഓൺ ഹൈറ്റ്. അപ്പം ഇത് ഇത്രയും അത് ഇനീഷ്യൽ തയ്യാറെടുപ്പുകളാണ്, പ്രിപ്പയർഡ്നെസ്. ഈ പ്രിപ്പയർഡ്നെസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ഈസ് യു റിക്വസ്റ്റ് യുവർ ബ്രെയിൻ ആൻഡ് മൈൻഡ്. ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പോവുക എന്നാൽ സഹകരിക്കണേ എന്നൊന്ന് ചോദിക്കുക. അപ്പം ബ്രെയിൻ നിങ്ങളുടെ വേറെ ഏതോ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ, വേറെ എവിടെയോ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള സമയം കൊടുക്കണം. ബൈ ചാൻസ് ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഇൻ അമേരിക്ക or പഞ്ചാബ് or anywhere, you should permit the mind should come back and stand near the brain. അതിനാണ് ഇത്രയും ഉദ്ദേശിച്ചത്. When it says yes, close your eyes. If it says yes, close your eyes. When and by eyes close ചെയ്ത് കഴിഞ്ഞാൽ start to take breath. Inhale, exhale. Try to add a small smile on your face. That will enhance your actually body condition. Then inhale, exhale. Inhale, exhale. Inhale, exhale. Now switch over to your deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now switch over to normal breath. Inhale, exhale, inhale, exhale, and continue that, please. Continue to observe what is the body condition or body changes occurring while inhaling, inflating your stomach,
chest, and while exhaling, deflating your stomach and chest and all. Now shift your attention to your body portions which I enumerated from the top to bottom. I'll start from head. You just keep your attention. You be aware that what is the body portion is being enumerated to that area and attend to that area. We'll start with head, forehead, nose, eyes, mouth, cheek, chin, ears, now bring your attention to the total head portion. Now bring your attention to your neck, shoulders, chest, stomach, abdomen, upper back, lower back, upper arm, knee joints, lower hand, wrist, palms, fingers, bring your attention to the total torso from neck to glute. Bring your attention to thighs, knee joints, legs, palms, toe, heel, and fingers. Now bring your attention to the total and the whole body. Once again, bring your attention to the whole body. Now shift back your attention to your breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Now shift your attention to the thoughts. What are the thoughts coming in your body or in your brain?
Let the thought come, let the thought go. Thoughts are pure thoughts. All the thoughts are not real. Therefore, just watch the thoughts, how it is coming, how it is going. Without disturbing you, let the thought go as it has come. Just to monitor how many thoughts are trying to hit you. Start observe the thoughts. Now bring your attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the emotions. What type of emotions are trying to hit because of some thoughts or without thoughts? And try to give some colors to different emotions, different colors you can adopt on your own. You can check that what is the volume of the emotion, what is the shape of the emotion, and how big, how smaller it is. You just start to visualize with the curiosity. How is it? Now bring your attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the sounds of the environment from the farthest area, from the long distance area. You start to observe it long, then little shorter, further shorter, further shorter. Then come to your house or your building, then further next hall, then to your hall, then your room, and your place of practicing. You start to observe from every sound. Let you observe distinctive sounds and start count at all. These all sounds. Now shift your attention back to breath. Inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to your deep breath. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Bring your attention back to your normal breath. Inhale, exhale,
inhale, exhale, inhale, exhale. Now tell your brain and mind that you have accomplished the meditation. Then seek permission to open the eyes. In case if it says that yes, before opening the eyes, take both the hands together, start rub, let the warmth you feel. കൂടുതൽ ഉണ്ടാക്കിയിട്ട് കൺപോളകളുടെ മുകളിലും കാതിൻ്റെ ചെവിയുടെ മുകളിലും കഴുത്തിലും പിടിക്കുക. And when your mind and brain says okay, open your eyes very slowly, slowly, and further slowly. Very gently open and see that. Hope you all felt happy. ഇങ്ങനെയാണ് ഞാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. നസീം മാം, ഗുഡ് ഈവനിങ്. Good evening, sir. Thank you very much. താങ്ക്സ് a lot, ma'am. Sabu sir, thanks a lot for giving me an opportunity to have a session on cognition and awareness. Thank you, sir. Thank you, Amar ma'am. Ma'am, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളി. Awesome. താങ്ക് യു. നമ്മൾ സെഷൻ എടുത്ത് ആവശ്യമാക്കണ്ട മാം. ബാക്കി എല്ലാവരും മുകളിലോട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താഴെ വെരി ബേസിക് ആണ് പഠിപ്പിക്കുന്നത്. അതല്ലേ റോയ് സാർ നമ്മുടെ പരിപാടി? നമ്മൾ എല്ലാവരും മുകളിലോട്ട് മീൻസ് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പാണ് പോകുന്നത്. ഞാൻ അഗെയിൻ ഐ സ്റ്റാൻഡ് എവറി ടൈം ഓൺ 0 ഓൺലി. 0 and 1, 0. No, sir, mindfulness ലാണ്. അതെ. ഇതിലെ ഞാൻ പറഞ്ഞില്ല. ഓക്കെ. സാറിന്റെ ക്ലാസിന്റെ പ്രത്യേകത പറഞ്ഞു വന്ന കാര്യം അരക്കിട്ടുറപ്പിക്കുക എന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും നമ്മളിൽ പൊങ്ങി വന്ന സംശയങ്ങൾ മുളയിൽ നുള്ളി അത് ക്ലാരിറ്റിയോടുകൂടി പോവുക. എത്ര ക്ലാസ് എടുത്തു എന്നുള്ളതല്ല, ആ ക്ലാസ് കൊണ്ട് എത്ര പേർക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് സാറ് ചിന്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സാറ് തുടങ്ങിയവിടെ നിൽക്കുകയും പുതിയ കാര്യങ്ങൾ വിളമ്പുകയും ചെയ്യും. ഇല മാറ്റുന്നില്ല, നാം തുടച്ച് വൃത്തിയാക്കി വെക്കുമ്പോ സാറ് പുതിയ സദ്യകളാണ് വിളമ്പുന്നത്. രുചി വ്യത്യാസമുണ്ട്, സംഭവങ്ങൾ ഒന്ന് തന്നെയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് a lot sir. സാറിൻ്റെ എക്സാമ്പിൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സർ. താങ്ക് യു ഒരാളും സർ. യു ആർ റിയലി ഗ്രേറ്റ്. സാറ് ടച്ച് ചെയ്യുന്നുണ്ട് എല്ലാ താലും. കാരണം അതൊരു നല്ലൊരു അവയർനെസ്സും കൂടിയിട്ടാണ്. പെയ്ഡ് ക്ലാസ്സിനേക്കാൾ എത്രയോ ബെറ്റർ സാറേ. പെയ്ഡ് ക്ലാസ് നമുക്ക് കഷ്ടം തോന്നും. പല ക്ലാസ്സും കുറച്ചങ്ങോട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് അടിപൊളി സെഷൻ എന്നിട്ട് ഓരോരുത്തരുണ്ട് പറയാം എന്താ കിട്ടിയെന്ന് ചോദിക്കുമ്പോ സാറത് അരച്ച് കലക്കി കുടിച്ച് നമ്മൾ ആന്റണി സാർ എടുക്കണ പോലെ ഒരാൾ കോഗ്നിഷൻ, ഒരാൾ വേറെ തല്ല. അപ്പൊ രണ്ടും കൂടി ആകുമ്പോ എല്ലാവർക്കും വളരെ ഉപകാരമാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു. റോയ് സർ, അൺമ്യൂട്ട്. മൈൻഡ്ഫുൾ കോഗ്നിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായതിൽ നിന്നും കുറേ കൂടി ഇതാക്കാനാണ് സാർ ശ്രമിച്ചത്. മൈൻഡ്ഫുൾ പ്രോസസ് ഓഫ് ലേണിംഗ്, അറ്റൻഡിങ്, മെമ്മറൈസിങ്, തിങ്കിങ് ആൻഡ് പെർസീവ്നെസ്സും എല്ലാം കൂടെ കൂടിയ മനസ്സിന്റെ മെന്റൽ പ്രോസസ്സാണ് കോഗ്നിഷൻ. മൈൻഡ്ഫുൾ കോഗ്നിഷൻ സാർ ഉറപ്പിച്ചു തന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക്സ് a lot sir. താങ്ക് യു. അമർജ്യോതി മാം പോയോ? വേറെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
ദാൻ അക്നോളജിങ്. സംശയങ്ങളാണ് കൂടുതൽ നമുക്ക് നമ്മുടെ ബ്രെയിനിന് കുറച്ചുകൂടെ വിശദമായി അക്സെപ്റ്റൻസ് കൊടുക്കുള്ളൂ. അടുത്ത പ്രാവശ്യം വിൻസെന്റ് സാർ തിരക്കായി പോയോ? ഇല്ല സാർ ഇവിടെ ഉണ്ട്. പറയൂ. ഇതൊന്നും ചോദിക്കാറില്ല സാർ. വളരെ നന്നായിരുന്നു. മാഡം പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു അരച്ച് കലക്കി ഞങ്ങൾക്ക് കുറേശ്ശെയായിട്ട് തന്ന് അത് ഒന്ന് ഉറപ്പിക്കുന്നു, അരക്കിട്ട് ഉറപ്പിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. രഘു സാർ ആദ്യം പറഞ്ഞ പോലെ ഈ കോഗ്നിഷൻ എന്ന് പറയുന്ന തലത്തിന്റെ ഏറ്റവും തുടക്കം ഒരു അവയർനെസ് പ്ലസ് അറ്റൻഡ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ട് നമ്മളങ്ങ് കണക്ട് ചെയ്തു. ഇനി ഈ രണ്ട് പാർട്ടും നമ്മൾ വളരെ വീക്കാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഭാഗം. അപ്പം വെള്ളത്തിൽ കൂടെ നടക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവയർനെസ് കണ്ടിട്ട് പോലും ഇല്ല എന്ന് വേണേൽ പറയാം. റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനത്തെ ഒരു അസംഷനിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും അവയർനെസ്സിന്റെ കുറവാണ് അവിടെ വരുന്നത്. പിന്നെ അറ്റൻഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുമ്പോഴും ശരിക്കും അറ്റൻഡ് ചെയ്താലേ അവയർനെസ്സിന്റെ തലത്തിലേക്ക് എത്തത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലേ? പ്രാക്ടീസ് ചെയ്യാതെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് വരത്തില്ല. എന്ന് വെച്ചാൽ കോൺഷ്യസ് മൈൻഡിനേക്കാളും കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളറിയാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരം അതിനെ ഫോളോ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അറ്റൻഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇതിന് അവയർനെസ്സിനേക്കാളും ഹയർ ആണെന്ന് തോന്നും. പക്ഷെ ഇത് രണ്ടും ഒരേപോലെ ഈക്വൽ ആണ്. ഇപ്പൊ സാറ് പറഞ്ഞ ആ പോയിന്റുകളെല്ലാം, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ്സിന്റെ പോയിന്റുകളെല്ലാം ഒന്നിനൊന്ന് കോറിലേറ്റഡ് ആണ്. ഏതാണ് മുമ്പിൽ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പോലും പറ്റത്തില്ല. കാരണം ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ റിയാലിറ്റിയിൽ അത് സംഭവിക്കത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എനിവേ, താങ്ക് യു വെരി മച്ച് സാർ. ഞങ്ങൾ ഒരാഴ്ച ഒന്നും കൂടെ ചിന്തിക്കാം ഞങ്ങളുടെ അവയർനെസ്സും ഞങ്ങളുടെ അറ്റൻഷനും എത്രമാത്രം ഫ്രൂട്ട്ഫുൾ ആണെന്ന്. അതെ സാർ. അല്ല, നമ്മൾ ക്യാരി ഓൺ നമ്മളെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ്, ഞാൻ ഈ അവയർനെസ്സെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് ഇതെല്ലാം പാടില്ല, നോട്ട് ടു അറ്റൻഡ്, നോട്ട് ടു ഗെറ്റ് അവയർനെസ് ഓൺ ദീസ് ഓൾ തിങ്സ്. ഐ ഷുഡ് ഹാവ് അവയർനെസ് ഓഫ് ടാബൂസ്. ഈവൻ ടാബൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുകളെ കുറിച്ച് മോർ അവെയർ ആയിരുന്നാൽ മാത്രം. അപ്പം ഈ കള്ളടിക്കുന്നവന് കള്ളടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൊഗ്നിഷൻ ടെമ്പററിലി ഇമ്പയർമെന്റ് വരുമ്പോഴാണ് അവന് നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ അവെയർ ആയാൽ മാത്രമേ നമ്മൾ ആ കാര്യം അറ്റൻഡ് ചെയ്യാതിരിക്കുള്ളൂ എന്നും കൂടെ എനിക്ക് മനസ്സിലാക്കി കൊടുത്തതാണ്. Okay, sir. Thanks a lot, sir. Thank Thank you for giving Thank me a you. chance to have a session with you all. Nice. I really enjoyed. I hope that ഞാൻ ഏത് സംശയവും തീർത്തു തരാൻ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ചെയ്തു തരാം. എൻ്റെ വേ ഓഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആണെങ്കിൽ ചോദിക്കുക. അല്ല ഇവൻ ഭ്രാന്തൻ, ഇവൻ ഇങ്ങനെ പറയത്തുള്ളൂ എന്ന് നോക്കുകയാണെങ്കിൽ ഐ ആം മോർ സക്സസ്ഫുൾ പേഴ്സൺ എന്നാണ് അർത്ഥം. ബിക്കോസ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ മാക്രോ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. സാറ് ഒരു പടി മൈക്രോ ലെവലിലാണ്. അപ്പൊ ആ ലെവൽ ഡിഫറൻസ് മാത്രമേ ബേസിക്കലി ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നല്ലതാണ്. ഞങ്ങൾക്ക് ഒരു സാധ്യത, ഒരു മൈക്രോ ലെവൽ എക്സ്പീരിയൻസിലേക്കുള്ള ഒരു സാധ്യത കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. Thank you, sir. Thank you. Thanks a lot, sir. Good night, all. Good night. Good night. Good night, sir. Thank you very much, sir. Thank you, ma'am. Thank you. Bye. Good night. Good night, sir. Good night. Okay, good night.